യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. പ്രൈസ് ദ ലോർഡ്. ഷേമ ഇസ്രായേലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദൈവാത്മാവിൻ്റെ പ്രേരണകളോട് ചേർന്ന് നിന്ന് ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്ന ഏതൊരു വ്യക്തിയും ദൈവത്തിന് പ്രീതികരമായ ജീവിതമാണ് നയിക്കുക. പക്ഷേ ചില അവസരങ്ങളിലെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നത് കേൾക്കാതെ തിന്മയുടെ സ്വരത്തിന് ചെവി കൊടുത്തിട്ടില്ലേ? ഇങ്ങനെ തിന്മയോട് ചേർന്ന് നിന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൽ നിന്ന് നാം അകലേക്ക് പോവുകയാണ്. ഈ അകൽച്ച വലിയ അപകടങ്ങളിലേക്കാണ് നമ്മെ നയിക്കുക. ആത്മാവിൻ്റെ നാശത്തിലേക്ക് പോലും നമ്മെ കൊണ്ടെത്തിക്കാൻ കഴിയുന്ന ഈ വലിയ അപകടത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനാവണം. ദൈവത്തിൻ്റെ ആത്മാവിന് ചെവി കൊടുത്ത് തിന്മയുടെ സ്വരത്തിനോട് വേണ്ട എന്ന് പറയാൻ കഴിയുമ്പോൾ ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കാൻ കഴിയും. അവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ മുൻപോട്ട് നയിക്കാനും. ദൈവാത്മാവിന് ചെവി കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, എങ്ങനെ ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കാനാകുമെന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് ഇന്നത്തെ ഷേമ ഇസ്രായേൽ. ഇന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കുന്നത് കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ ബിജിൽ ചക്കിയത്താണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതം എപ്രകാരം മനോഹരമായി തീരുമെന്ന് ഒരു സാക്ഷ്യം കേട്ടുകൊണ്ട് ദൈവവചന ശ്രവണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് ജിജു, സ്ഥലം എരുമേലി. 6 മാസം മുമ്പ് എൻ്റെ പിതാവിന് രണ്ടാമതും ക്യാൻസർ വരികയും എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ തവണ വന്നപ്പം മെഡിസിൻ എടുത്തപ്പോൾ ന്യൂറോ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടായതാണ്. ഇപ്രാവശ്യം അതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാലും ഞങ്ങൾ മെഡിസിൻ നിർത്തിവെക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒത്തിരി ഭയപ്പെട്ടു പോയി. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അനീഷച്ചനെയും കാരിച്ചനെയും ഒക്കെ കണ്ട് പ്രാർത്ഥിക്കുക, അതുപോലെ തൃശ്ശൂർ രോമജിനെ ഒക്കെ കണ്ട് വിളിച്ച് പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും ചെയ്തു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ചികിത്സയിൽ യാതൊരു പ്രശ്നവും കൂടെ കർത്താവിന് വലിയ സംരക്ഷണം ഉണ്ടാകുകയും രണ്ടാമത് ടെസ്റ്റ് നടത്തിയപ്പോൾ റിസൾട്ട് ക്യാൻസറിൻ്റെ സെൽസ് ഒന്നും കാണാനില്ല. കൊണ്ട് ഡോക്ടർ മെഡിസിൻ്റെ ഡോസ് കുറയ്ക്കുകയും 6 മാസം കഴിഞ്ഞ് നിർത്തുന്ന കാര്യം ആലോചിക്കാമെന്ന് പറഞ്ഞു. ദൈവം നൽകിയ വലിയ അനുഗ്രഹത്തിനും സംരക്ഷണത്തിനും നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ വരുന്ന മണിക്കൂറുകളിൽ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് വ്യക്തിജീവിതത്തെ മാത്രമല്ല കുടുംബത്തെ മുഴുവനും ബാധിക്കാൻ സാധ്യതയുള്ളൊരു വിഷയത്തെ സംബന്ധിച്ചാണ്. കുടുംബമായിരുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ, ഒറ്റയ്ക്കിരുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരൊക്കെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് ജീവിതത്തെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് ഓരോ നിമിഷവും നമ്മളെ പുതുക്കി പണിയുന്നത്. ആ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം, ദൈവസ്വരം വചനത്തിലൂടെ നമ്മളോട് സ്വർഗമെന്ന് പങ്കുവയ്ക്കുമ്പോൾ അത് സ്വീകരിക്കുവാൻ തക്കവിധം നമ്മുടെ ഹൃദയത്തെ ഒരുക്കണമെന്നൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, എന്നെ ശ്രവിക്കുന്ന ഈ ജനത്തെ അവിടുത്തെ കരുണയാൽ, കൃപയാൽ, അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ കരം നീട്ടി ഇപ്പോൾ തന്നെ വിശുദ്ധീകരിക്കണമേ. കേൾക്കുന്ന വചനത്തിൽ സ്വർഗം നിക്ഷേപിച്ചിരിക്കുന്ന ദൈവീക രഹസ്യങ്ങൾ
അതിൻ്റെ പൂർണ്ണതയിൽ ഏറ്റെടുക്കാനും അതിനനുസരിച്ചുള്ള ഫലം പുറപ്പെടുവിക്കുവാനും പരിശുദ്ധാത്മാവെ ഈ മക്കളെ സഹായിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വചനം 1 യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. എൻ്റെ തലക്കെട്ട് എങ്ങനെയാണ്? സത്യാത്മാവിനെ വിവേചിച്ചറിയുക. അപ്പോൾ നമ്മൾ വിവേചിച്ചറിയേണ്ട ചില കാര്യങ്ങൾ കൂടി യോഹന്നാൻ ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുക. നമ്മുടെ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ ഓരോരോ കാര്യങ്ങൾ നമ്മൾ വിവേചിച്ചറിയും. നന്മയേത്, തിന്മയേത്, പോകേണ്ട വഴിയേത്, പോകേണ്ടാത്തതേത്, അല്ലെങ്കിൽ ചില എൻ്റെ ശരീരത്തിന് ചേരുന്നതേത്, എൻ്റെ ശരീരത്തിന് ചേരാത്ത ഭക്ഷണമേത്, എനിക്കിഷ്ടമുള്ളതേത്, ഇഷ്ടമില്ലാത്തതേത്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ വിവേചിച്ചറിയും. ഇവിടെ യോഹന്നാൻ ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം സത്യാത്മാവിനെ വിവേചിച്ചറിയുക. എന്നിട്ട് വചനം ഇങ്ങനെയാണ് കൂട്ടിച്ചേർക്കുന്നത്: പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. വളരെ ശക്തമായിട്ടാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. നോക്കിയേ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ചില ആത്മാക്കളുണ്ടെന്ന് അർത്ഥം അല്ലേ? നമ്മൾ പോലും സംസാരത്തിലൊക്കെ പറയാറില്ല, ആരെങ്കിലും കുറിച്ചൊക്കെ പറയുമ്പോൾ അതെ അവരുടെ അടുത്ത് ഒത്തിരി ബന്ധത്തിനൊന്നും പോകണം, അവനെ വിശ്വസിക്കാൻ കൊള്ളാവുന്നതല്ല, അവനോട് ഒത്തിരി കൂട്ടുകൂടാനൊന്നും പോകണം, അങ്ങനെ അവൻ്റെ സ്വഭാവം അത്ര ശരിയല്ല. യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, നിങ്ങൾ എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കാൻ പാടില്ലാത്ത, ജീവിതം സമർപ്പിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ആത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടെന്നർത്ഥം. എന്നിട്ട് കൂട്ടിച്ചേർക്കുന്നു, ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുവിൻ. കണ്ടോ? അങ്ങനെ യോഹന്നാൻ ശ്ലീഹ കൂട്ടിച്ചേർക്കുന്നത്. അപ്പം ആത്മാക്കളെ പരിശോധിച്ച് അത് ദൈവത്തിൽ നിന്നാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. വളരെ വളരെ ഷാർപ്പായിട്ടും കൃത്യമായിട്ടും യോഹന്നാൻ ശ്ലീഹ സംസാരിക്കുകയാണ്. അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുവിൻ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്ത ആത്മാവിൻ്റെ സ്വാധീനമുണ്ട്. ദൈവാത്മാവിൻ്റെ അല്ലാത്ത, ദൈവാത്മാവിൻ്റെ സാന്നിധ്യമില്ലാത്ത മറ്റേതോ ആത്മാവിൻ്റെ പ്രവർത്തനമുണ്ടെന്ന് യോഹന്നാൻ ശ്ലീഹ കൃത്യമായിട്ട് പറയുകയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ കൂട്ടിച്ചേർക്കുന്നൊരു കാര്യമുണ്ട്: നിങ്ങൾ വിശ്വസിക്കരുത്, ആത്മാക്കളെ പരിശോധിച്ചിട്ട് അത് ദൈവത്തിൽ നിന്നാണോ എന്ന് മനസ്സിലാക്കുവിൻ. അപ്പോൾ ദൈവത്തിൽ നിന്നല്ലാത്ത ആത്മാക്കളുണ്ട്, ലോകത്തെ അതുകൊണ്ടാണ് 1 യോഹന്നാൻ 5-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ യോഹന്നാൻ ശ്ലീഹ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ ലോകം മുഴുവനും ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്ന് അറിഞ്ഞുകൂടെ? ഇപ്പൊ ലോകം മുഴുവനും ദുഷ്ടന്റെ ശക്തി വലയത്തിലാണ്. ലോകത്തെ മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ ഒരു അരൂപിയുണ്ട്. ഇപ്പൊ ദൈവത്തിൻ്റെ അരൂപിയുണ്ട്. 1 കൊരിന്തോസ് അതിന് 2-ാം അധ്യായം 12 മുതലുള്ള വചനങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന പോലെ നാം സ്വീകരിച്ചിരിക്കുന്ന ലോകത്തിൻ്റെ ആത്മാവാണ്, ലോകത്തിൻ്റെ അരൂപിയാണ്. അതുപോലെ തന്നെ ലോകത്തിൻ്റെ അരൂപി നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അരൂപിയാണ്. അപ്പം അതുപോലെ തന്നെ ലോകത്തിൻ്റെ അരൂപിയുണ്ടെന്ന് നമ്മൾ മനസ്സിലായി. ഇനി നമ്മൾ ആത്മശോധന ചെയ്യേണ്ടത്, യോഹന്നാൻ ശ്ലീഹ വിവേചിച്ചറിയേണ്ടത്, നമ്മളെ ഭരിക്കുന്ന, നമ്മളെ നിയന്ത്രിക്കുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നുള്ള ആത്മാവാണോ എന്ന് വിവേചിച്ചറിയുവിൻ. നമ്മളിതൊരു അബ്സ്ട്രാക്റ്റ് ആയിട്ട് കാണേണ്ട കാര്യമല്ല, നമ്മളുമായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യമായിട്ട് കാണേണ്ട കാര്യമല്ല. ആത്മാക്കളെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ആത്മാവിൻ്റെ ലോകം നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്ന ലോകമല്ല. നമുക്ക് തൊട്ടോ നമുക്ക് സ്പർശിച്ചോ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലോകത്തെക്കുറിച്ചല്ല യോഹന്നാൻ ശ്ലീഹ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, ഇതൊന്നും വലിയ ആവശ്യമൊന്നുള്ള കാര്യമല്ല എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം യോഹന്നാൻ പറയുന്നു, നമ്മളെ ഭരിക്കുന്ന ആത്മാക്കളെ നമ്മൾ പരിശോധിക്കണം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടത്, ഞാൻ പരിശോധിക്കേണ്ടത്, എന്നെ ഭരിക്കുന്ന, എന്നെ നിയന്ത്രിക്കുന്ന ആത്മാവേതാണ്? അത് ലോകത്തിൻ്റെ ആത്മാവാണോ ദൈവത്തിൻ്റെ ആത്മാവാണോ? ലോകത്തിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കുമ്പോൾ അത് നമ്മൾ എത്തിക്കുന്ന എന്തിലേക്കാണ്? ആത്മനാശത്തിലേക്കാണ്. മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 14-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്,
നിനക്ക് ശരിയെന്ന് തോന്നുന്ന വഴികൾ ഒരുപക്ഷെ നിന്നെ മരണത്തിലേക്ക് നയിക്കുന്നതാകാം. ഈ ലോകത്തിൻ്റെ ആത്മാവ് നമ്മളെ ഭരിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്നാണെന്നറിയാമോ? വ്യാജമായതിനെ സത്യമാണെന്ന് നമുക്ക് തോന്നും. അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഈ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ അരൂപി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് തൊട്ടടുത്തുള്ള വചനത്തിൽ യോഹന്നാൻ ശ്ലീഹ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, പല വ്യാജ പ്രവാചകന്മാരും ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നുണ്ടോ? വ്യാജമായത് ലോകത്തിലുണ്ട്. നമുക്കറിയാം, ഒരു കറൻസി തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അറിയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം കള്ള നോട്ട് കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഈ വ്യാജമായ നോട്ടിനെ ലോകം മുന്നിലെടുത്ത് വയ്ക്കുന്നത്, അല്ലെങ്കിൽ അതിന് പ്രചാരകർ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ അത് ഒറിജിനലാണോ ഇത് വ്യാജമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ശരിക്കും ഈ കാലഘട്ടത്തിൽ പിശാച് പ്രവർത്തിക്കുന്നത്, ലോകത്തെ ഭരിക്കുന്ന നിയന്ത്രിക്കുന്ന ലോകത്തിൻ്റെ അരൂപിയായ പിശാചിൻ്റെ അരൂപി, അതിന്ന് ദൈവജനത്തെ തകർക്കുന്ന കീഴടക്കുന്ന ഒരു മേഖലയാണ്. പ്രിയപ്പെട്ടവരെ, വ്യാജമായതിനെ സത്യമാണെന്ന് അങ്ങോട്ട് ധരിപ്പിക്കും. നമ്മൾ വിചാരിക്കുക അത് സത്യമാണല്ലോ, ഓ ശരിയാണല്ലോ എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതാണ് സുഭാഷിതത്തിൽ പറഞ്ഞത്, 14:12 പറഞ്ഞു, വചനം ഇങ്ങനെ പറയുന്നത്, നിനക്ക് നന്മയെന്ന് തോന്നുന്ന വഴികൾ ഒരുപക്ഷെ മരണത്തിലേക്ക് നയിക്കുന്നതാകാം. അപ്പൊ ഈ ലോകത്തിന്റെ അരൂപിയൊക്കെ നമ്മളെ നയിക്കുന്നതും നമ്മളെ എത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആത്മനാശത്തിലേക്കാണ്. പക്ഷെ നമുക്ക് ഒറ്റ തോട്ടത്തിൽ സത്യം എന്ന് തോന്നും. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, നിങ്ങൾ എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത്, പരിശോധിക്ക്, വിവേചിച്ചറിയ്, ഇത് ദൈവത്തിൽ നിന്നുള്ളതാണോ അല്ലയോ എന്ന് വിവേചിച്ചറിയുവിൻ. കാരണം സത്യമെന്ന് തോന്നുന്ന രീതിയിലാണ് ഇന്ന് ദുരാത്മാവ് പ്രവർത്തിക്കുന്നത്, ലോകത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത്, ജഡത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത്. വചനം പറഞ്ഞു, സ്വർഗീയ ഇടങ്ങളിൽ പോലും തിന്മയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റും. എഫെസ്യർ 6:10 മുതലുള്ള വചനങ്ങൾ വായിച്ചാൽ അവിടെ മനസ്സിലാക്കാൻ പറ്റും. ദൂതന്മാരുടെ വേഷം കേട്ടാൻ പോലും പിശാചിന് പറ്റും. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പിശാച്. ഇതൊക്കെ വചനം പറയുന്ന കാര്യമാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും സത്യമാണെന്ന് വിചാരിക്കും, നമ്മൾ അങ്ങോട്ട് ജീവിതത്തെ അങ്ങോട്ട് കൊടുക്കുക, ഇത് സത്യമാണെന്ന് വിചാരിച്ചു. അപ്പൊ സത്യമാണെന്ന് തോന്നുന്ന രീതിയിൽ വ്യാജമായതിനെ, ദൈവികമല്ലാത്തതിനെ പിശാച് അവതരിപ്പിച്ചിട്ട് അതിനെ സ്വീകരിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ച് അത് സ്വീകരിച്ച് അതിനെ ജീവിതത്തെ വിട്ടുകൊടുത്ത് അവസാനം ആത്മനാശത്തിലേക്ക് പിശാച് എത്തിക്കുക. ഏറ്റവും സുന്ദരമായ ഉദാഹരണമാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും. ഇറങ്ങും പോകണ്ട, ദൈവവചനത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥം തുടങ്ങി വയ്ക്കുന്നത് തന്നെ പിശാചിൻ്റെ കെണിയാണ്. സത്യമെന്ന് തോന്നുന്ന രീതിയിലാണ് പിശാച് ഒരു വ്യാമോഹം കൊടുത്തത്. എന്നതാ, അയ്യോ കർത്താവ് ഇത് തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതെ, ഇത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. അപ്പൊ അവർക്ക് തോന്നി അത് ശരിയാണല്ലോ, അത് സത്യമാണല്ലോ, അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ദൈവം അത് പറിക്കരുതെന്ന് പറഞ്ഞ്. കണ്ടോ, ഇവർ ചിന്തിച്ചിരിക്കുന്ന കാര്യമായിരിക്കാം. എന്തുകൊണ്ടാണ് ദൈവം അത് പറിക്കരുതെന്ന് പറഞ്ഞേ? ഇത് പറിച്ചു തിന്നാൽ ദൈവത്തെ പോലെ ആകുമെന്ന് പിശാച് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ദൈവം പറഞ്ഞത് അത് പറിക്കരുതെന്ന്. ശരിയാണല്ലോ, കണ്ടോ, തെറ്റിനെ ശരിയായിട്ട് അവതരിപ്പിക്കുക, ഒരു തിന്മയെ നന്മയായിട്ട് അവതരിപ്പിക്കുക, വ്യാജമായതിനെ സത്യമായിട്ട് പിശാച് അവതരിപ്പിക്കുക. അപ്പൊ ആദിമാതാപിതാക്കൾ വിചാരിച്ച് ശരിയാണല്ലോ, അല്ലെ ഹവ്വ വിചാരിച്ച് ശരിയാണല്ലോ, ശരിയാണല്ലോ, അപ്പൊ അങ്ങനെ ആയിരിക്കും. അപ്പൊ ദൈവത്തെ പോലെ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം അത് പറിക്കരുതെന്ന് പറഞ്ഞേ. കണ്ടോ, എന്നിട്ട് എന്നാ ചെയ്തേ? അനുസരണക്കേട് കാണിച്ചു അത് പറിച്ചു തിന്നു. അവസാനം പർദീസായിൽ നിന്നും അവർ പുറന്തള്ളപ്പെട്ടു, ആത്മീയ മരണം സംഭവിച്ചു. കാരണം എന്താ? അവിടെ പ്രവർത്തിച്ചത് ദൈവാത്മാവല്ല. അതുകൊണ്ടാണ് കർത്താവ് വളരെ കൃത്യമായിട്ട് യോഹന്നാൻ ശ്ലീഹയോട് പറയുന്നത്, നിങ്ങൾ എല്ലാ ആത്മാക്കളെയും പരിശോധിക്കുവിൻ, വിശ്വസിക്കരുത്, ദൈവത്തിൽ നിന്നാണോ എന്ന് കൃത്യമായിട്ട് വിവേചിച്ചറിയുവിൻ. കാരണം ഈ പ്രശ്നം എൻ്റെ പിന്നിൽ കിടക്കുന്നതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. കാരണം എന്നാ? വ്യാജമായത് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് സത്യമായിട്ട് അവതരിപ്പിക്കും. നമ്മൾ സത്യമാണെന്ന് വിചാരിച്ച് സ്വീകരിക്കും വ്യാജമായത്, അല്ലേ? എത്രയോ കുഞ്ഞുങ്ങൾ, എത്രയോ യുവജനങ്ങൾ അശുദ്ധമായത്, മ്ലേച്ഛകരമായത്, പാപകരമായ ബന്ധങ്ങളിലേക്ക്, അടിമത്തങ്ങളിലേക്കൊക്കെ പോകുന്നത്. അതിന് കാരണം എന്താ? കണ്ണുകൾക്ക് കൗതുകകരമായത്
ഒരു പെങ്കൊച്ച് കാരിസ് ഭവനിൽ ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് വന്നതാ, അമ്മ കൂട്ടിക്കൊണ്ട് വന്നതാ. ഇപ്പം ഈ പെങ്കൊച്ച് പറഞ്ഞ കാരണം റിലേഷൻഷിപ്പിലേക്ക് വീഴാനുള്ള കാരണം പറഞ്ഞാന്നറിയോ, വീട്ടിൽ നിന്ന് ഇന്ന് വരെ ഈ പെങ്കൊച്ച് ഇങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടില്ല. അപ്പനോ അമ്മയോ പറഞ്ഞു എന്നതാ, മോളെ ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. വഴിക്കൂടി പോയ ഒരുത്തൻ, മൊബൈൽ റീചാർജ് ചെയ്തുകൊണ്ടിരുന്ന ഒരുത്തൻ, അവൻ ഇവളെ കണ്ടിട്ട് പറഞ്ഞു, എടി എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നുവെന്ന്. അവളത് കേട്ടപ്പോൾ വീട്ടിൽ നിന്ന് കേൾക്കാത്തൊരു കാര്യമായതുകൊണ്ട് അവൾ പെട്ടെന്ന് അങ്ങോട്ട് വീണുപോയി. ഇതുപോലെ പിശാച് എന്ന് പണിതുകൊണ്ടിരിക്കുവാന്നേ. നന്മയെന്ന് തോന്നുന്ന വഴികൾ തെരഞ്ഞെടുക്കേണ്ടതിന് പകരം തിന്മയെ നന്മയായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ഇന്റർനെറ്റിലൂടെയും മീഡിയയിലൂടെയും ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയൊക്കെ ഒത്തിരി തിന്മയായിട്ടുള്ളത് ഇന്ന് ദൈവമക്കളുടെ മനുഷ്യ ജീവിതങ്ങളുടെ മനസ്സിലേക്ക് കുത്തിവെച്ചിട്ട് ചില തിന്മയായതിനെ നന്മയായിട്ട് സാത്താൻ എന്ന് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിൽ വീണുപോകുന്ന എത്രയോ പേരുണ്ട്. എത്രയോ ദാമ്പത്യ ബന്ധങ്ങൾ ഇതുമൂലം തകർന്നുകൊണ്ടിരിക്കുന്നു. എത്രയോ കുഞ്ഞുങ്ങൾ ഇന്ന് വഴിതെറ്റിപ്പോകുന്നു. എത്രയോ പേര് ഇന്ന് പാപത്തിലും അശുദ്ധിയിലും മ്ലേച്ഛതയിലും ദുശീലങ്ങളും അതിൻ്റെ അടിമത്തത്തിലും കിടക്കുന്നു. ഇത് അല്പം കുടിച്ചില്ലെങ്കിൽ നീ ഒരാണാണോടാ എല്ലാവരും ചോദിക്കുന്ന ആ ചോദ്യം കേട്ട് കഴിയുമ്പോൾ ശരിയാണല്ലോ, ഇന്ന് ഞാൻ ആളാണ് എന്ന് കാണിക്കാൻ വേണ്ടി കുടിക്കുക. വളരെ നന്മയായിട്ട് ഇതൊക്കെ അവതരിപ്പിക്കുന്നത്. ഇവിടെ ഞാനറിയുന്ന ഞങ്ങളുടെ യൂത്തിലുള്ള ഒരു പെങ്കൊച്ച് അടുത്തൊരു കോളേജിൽ അവർ മറ്റേ എക്സാമുമായി ബന്ധപ്പെട്ടതും അവരുടെ കലാപരിപാടിയുമായി ബന്ധപ്പെട്ടതും പരിപാടിക്ക് പോയതാ. ഇവരുടെ ഫംഗ്ഷൻ കഴിഞ്ഞ് ഇവരുടെ പ്രോഗ്രാം ഷോ കഴിഞ്ഞപ്പോൾ ഇവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവളുടെ കൂടെ വന്ന 2 കൂട്ടുകാരികളുടെയും കൂട്ടിക്കൊണ്ടുപോയ 2 ബോയ് ഫ്രണ്ട്സ് വന്നേക്കോ ബൈക്കിന്. ഇവൾക്ക് മാത്രമില്ല. കൂട്ടുകാർ നിനക്കാരും ഇല്ലേ? എനിക്കങ്ങനെ ആരുമൊന്നുമില്ല, അത് പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ സെറ്റ് ചെയ്ത് തരാം. ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. നമുക്ക് വൈകിട്ട് ഇതെല്ലാം കഴിയുമ്പോൾ ഒരുമിച്ച് പോയാൽ മതിയല്ലോ, നമുക്കൊന്ന് കറങ്ങാൻ പോവാം. ചിലതൊക്കെ ഇങ്ങനെ തലക്കകത്ത് കൊടുത്തിട്ട് ചില തിന്മകളെ നിന്ന് നന്മയായിട്ട് പിശാച് ദൈവമക്കളിലും കുഞ്ഞുങ്ങളിലൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇന്ന് കടന്നു പോകുന്ന എത്തി നിൽക്കുന്ന ജീവിതത്തിൻ്റെ അവസ്ഥകൾ വചനം വളരെ കൃത്യമായിട്ട് നമ്മളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, വ്യാജ പ്രവാചകന്മാരെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ, വ്യാജമായതിനെ നിങ്ങൾ മനസ്സിലാക്കുവിൻ. കണ്ടോ, ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ വചനം ഇങ്ങനെ എഴുതി പറഞ്ഞിരുന്നു, കൂട്ടിവെക്കുന്നു, ദൈവാത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം, യേശു ക്രിസ്തു ശരീരം ധരിച്ചുവെന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ്, യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതല്ല. അപ്പൊ സ്വന്തം ജീവിതത്തില്, ശരീരത്തില്, മനസ്സില്, ആത്മീയ ജീവിതത്തില്, ബന്ധങ്ങളില് യേശുക്രിസ്തുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതല്ല. അത്ര കൃത്യമായിട്ട് പറയുന്നത്. ക്ഷമിക്കാൻ പറ്റാത്ത ജീവിതങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നുള്ള ആത്മാവല്ല. ഇത് ലോകത്തിന്റെ അരൂപിയ, തിന്മയുടെ അരൂപിയ, വ്യാജമായതാ. ക്ഷമിച്ചില്ലെങ്കിൽ ഇപ്പൊ എന്നാ കുഴപ്പം? കണ്ടോ, അത് നന്മയായിട്ട് കരുതുകയാ. ഞാൻ സ്നേഹിക്കുകയല്ല, സ്നേഹിച്ചില്ലെങ്കിൽ എന്നാ കുഴപ്പം എന്ന് പറഞ്ഞാൽ അതവന് നന്മയായിട്ട് തോന്നുകയാണ്. ഞാൻ വിശുദ്ധ ജീവിതം നയിക്കാൻ, ഞാൻ ഇങ്ങനെയൊക്കെ പോകൂ, ഞാൻ മദ്യപിക്കും, ഞാൻ വെള്ളമടിക്കും, എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, ആരാണ് ചോദിക്കാൻ? ഇതെനിക്ക് നന്മയാണ്. ഉണ്ടോ? ഇപ്പൊ പാപത്തിന്റെ, അശുദ്ധിയുടെ, മ്ലേച്ഛതയുടെ, ജഡികതയുടെ, ആസക്തിയുടെ, അടിമത്തങ്ങൾ, ദുശീലങ്ങൾ, ഇതിലേക്കൊക്കെ നമ്മളെ നയിക്കുന്നത് ലോകത്തിന്റെ അരൂപിയ. അത് ദൈവത്തിന്റെ അരൂപി. അങ്ങനെ യേശു ക്രിസ്തുവിനെ ഏറ്റുപറയുന്ന ആത്മാവാണ് ദൈവത്തിന്റെ അരൂപി, ദൈവാത്മാവ്. എൻ്റെ പ്രവർത്തികൾ കൊണ്ടും എൻ്റെ സംസാരം കൊണ്ടും എൻ്റെ ജീവിതം കൊണ്ടും യേശു ക്രിസ്തുവിനെ ഞാൻ ഏറ്റുപറയുന്നുണ്ടെങ്കിൽ, എൻ്റെ ജീവിതം അവൻ്റെ സാക്ഷിയായി എനിക്ക് മാറാൻ പറ്റുന്നുണ്ടെങ്കിൽ, എന്നിൽ പ്രവർത്തിക്കുന്ന ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവാണ്. ഇത് വിവേചിച്ചറിയണം. അപ്പോൾ ഓരോ നിമിഷവും നമ്മളിലൂടെ പ്രവർത്തിക്കുന്ന നിരാശകൾ, ആകുലതകൾ, അസ്വസ്ഥതകൾ, ഭയം, ടെൻഷൻ, ഒറ്റപ്പെടുന്ന അനുഭവം, അതിൻ്റെ നടുവിൽ വേദനിക്കുക, സ്വയം കുറ്റപ്പെടുത്തുക, സ്വയം പഴിചാരുക, കുറ്റബോധത്തിൽ കഴിയുക, ഇതൊന്നും ദൈവത്തിൽ നിന്നുള്ള ആത്മാവല്ല. ദൈവാത്മാവ് എപ്പോഴും നമ്മളിലൂടെ ക്രിസ്തുവിനെ ഏറ്റുപറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവ് അരൂപി ഏത് അരൂപിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നമ്മുടെ കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്ന അരൂപി ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്
എവിടെയാണ് വിശുദ്ധീകരണം വേണ്ടത്, എവിടെയാണ് വിടുതൽ വേണ്ടത്, അതിനുവേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ അരൂപിയുടെ, ലോകത്തിൻ്റെ അരൂപിയുടെ പ്രവർത്തനത്തിലായിരിക്കുന്ന ഒരൊറ്റ വ്യക്തി മതി കുടുംബത്തിന് മുഴുവൻ സന്തോഷം പോകാൻ. അങ്ങനെ ആരെങ്കിലും കുടുംബങ്ങളിലുണ്ടെങ്കിൽ, ഈ വചനം ശ്രവിക്കുന്ന ആരെങ്കിലും മൂലം കുടുംബത്തിൻ്റെ അന്തരീക്ഷം ഞാൻ മൂലം തകർന്നു പോകാൻ കാരണമായിട്ടുണ്ടെങ്കിൽ, എന്നിൽ തിന്മയ്ക്ക് പ്രവർത്തിക്കാൻ ഞാൻ ഇടം കൊടുത്തത് കാരണം കുടുംബത്തിൻ്റെ മുഴുവൻ അന്തരീക്ഷത്തിന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഈ ആരാധന സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ദൈവാത്മാവേ, എൻ്റെ മേൽ നിയന്ത്രണം എടുക്കണമേ, എൻ്റെ കുടുംബത്തിൻ്റെ മേലുള്ള നിയന്ത്രണം ദൈവാത്മാവെ എടുക്കണമേ എന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് ഈ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ ജീവിതത്തെയും കുടുംബത്തെയും വിട്ടുകൊടുത്ത് ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് വിധേയപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക്, സത്യാത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് ജീവിതത്തെ സമർപ്പിക്കാം. സർവശക്തനായ ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ദൈവമേ, ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, ദൈവമേ, ദൈവമേ, ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, യേശുവേ. കരങ്ങൾ കൂപ്പാം, ശിരസ് നമിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇതാ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ. വിശുദ്ധീകരിക്കുന്ന, സുഖപ്പെടുത്തുന്ന, അഭിഷേകം ചെയ്യുന്ന, നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, വിശുദ്ധ ജീവിതത്തിൻ്റെ വഴികൾക്ക് നിലപാടുകൾ എടുക്കുവാൻ പ്രേരിപ്പിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം, സ്നേഹം തന്നെയായ ഈശോ ഈ അൽത്താരയിലുണ്ട്. ഈശോ ഒന്ന് കണ്ണു തുറന്ന് നോക്കിക്കേ. ഈശോയെ ആ വചനത്തിലൂടെ നമ്മളോട് പറഞ്ഞത്, എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത്, അത് ഈശോയിൽ നിന്നാണോ എന്ന് വിവേചിക്കുക. അവയിൽ നിന്നല്ലാത്തതിനെ നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ അനുവദിക്കരുത്. ഈശോ നോക്കൂ, നമുക്ക് നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കാം. ഇപ്പോൾ എന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അരൂപി ഏതാ? ശരിക്കും സ്നേഹത്തിൻ്റെ അരൂപിയാണോ അതോ വെറുപ്പിൻ്റെ അരൂപിയാണോ? ആത്മസംയമനത്തിൻ്റെ അരൂപിയാണോ നിയന്ത്രണമില്ലാത്തതിൻ്റെ അരൂപിയാണോ? വിശുദ്ധിയുടെ അരൂപിയാണോ അശുദ്ധിയുടെ അരൂപിയാണോ? പാപത്തിൻ്റെ അരൂപിയാണോ പുണ്യത്തിൻ്റെ അരൂപിയാണോ? നന്മയുടെ അരൂപിയാണോ തിന്മയുടെ അരൂപിയാണോ? മദ്യപാനത്തിൻ്റെയോ പുകവലിയുടെയോ ലഹരിയുടെയോ കഞ്ചാവിൻ്റെയോ അങ്ങനെ ഏതെങ്കിലും അശുദ്ധിയുടെ ദുശീലങ്ങളുടെ അരൂപിയാണോ എന്നെ നയിക്കുന്നത്? അതോ ജഡിക പാപത്തിൻ്റെ ഏതെങ്കിലും അരൂപികളാണോ? സ്വയംഭോഗത്തിൻ്റെ, സ്വവർഗരതിയുടെ, മൃഗഭോഗത്തിൻ്റെ അല്ലെങ്കിൽ വ്യഭിചാരത്തിൻ്റെ ഒക്കെ അരൂപികളാണോ എന്നെ നയിക്കുന്നത്? അല്ലെങ്കിൽ ഭൂഫിലിമിൻ്റെ സ്വാധീനങ്ങളാണോ എന്നിൽ കിടക്കുന്നത്? ഏത് അരൂപിയാണ് എന്നിൽ പ്രവർത്തിക്കുന്നത്? നിരാശയാണോ, ആകുലതയാണോ, അസ്വസ്ഥതയാണോ, ആത്മഹത്യാ ചിന്തയാണോ, എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നുള്ള മനസ്സിൻ്റെ നൊമ്പരങ്ങളാണോ, എന്തിനാ എങ്ങനെയൊക്കെ ജീവിക്കുന്നത്, ഇതിന്മേലെല്ലാം അവസാനിപ്പിച്ചാൽ എന്നുള്ള തോന്നൽ, അങ്ങനെ എന്തെങ്കിലും എൻ്റെ മനസ്സിൽ കൂടിയിട്ടുണ്ടോ? എങ്കിൽ പ്രിയപ്പെട്ട ഒരു വചനം പറയുന്നു, ഇത് ദൈവത്തിൽ നിന്നുള്ള അരൂപിയല്ല. ദൈവം തരാത്തതിനെ, ദൈവം അനുവദിക്കാത്തതിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവദിക്കാൻ പാടില്ല. കാരണം അത് പരിശുദ്ധാത്മാവ് തരുന്നതല്ലെങ്കിൽ അത് ദുരാത്മാവിൻ്റെ പ്രവർത്തനമാണ്. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ താലോലിച്ചു കൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ, ദൈവത്തിൽ നിന്നുള്ള ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ അല്ല. ആ മേഖലയിൽ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു വിശുദ്ധീകരണം പ്രാപിക്കണം. എങ്കിലേ പരിശുദ്ധാത്മാവിന് നമ്മൾ പ്രവർത്തിക്കാൻ പറ്റൂ. നിരാശയുള്ളിടത്ത് ആത്മാവിന് പ്രവർത്തിക്കാൻ പറ്റില്ല. അശുദ്ധിയുള്ളിടത്ത് പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റില്ല. സ്നേഹമില്ലാത്തടത്ത് വെറുപ്പും വിദ്വേഷവും വൈരാഗ്യ ബുദ്ധിയോടെ കടന്നു പോകുന്നിടത്ത് പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റില്ല. ആ മേഖല പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച്, ഈ മേഖലയിലൊക്കെ ഒരു വിടുതൽ കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ രണ്ടൊന്ന് തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഇപ്പോൾ ഒന്ന് സ്തുതിക്കാൻ പറ്റുന്നവർ ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ച്, കർത്താവ് എന്നോട് കരുണ കാണിക്കണമേ, ഈശോ എനിക്ക് വിടുതൽ തരണമേ, ഈ പാപത്തിൻ്റെ, അശുദ്ധിയുടെ, മ്ലേച്ഛതയുടെ, ദുരാത്മ പീഡകളിൽ നിന്നും എനിക്ക് വിടുതൽ തരണമേ, പരിശുദ്ധാത്മാവിൻ്റേതല്ലാത്ത എല്ലാ സ്വാധീന വലയങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണമേ, എൻ്റെ കുടുംബത്തിൽ നിലനിൽക്കുന്ന അസമാധാനക്കേടിൻ്റെ ദുരാത്മാക്കൾ, ഭിന്നതയുടെ ദുരാത്മാക്കൾ, ആത്മഹത്യ ചിന്തയുടെ ദുരാത്മാക്കൾ, സ്വയം ശപിക്കുന്ന ദുരാത്മാക്കൾ, മറ്റുള്ളവരെ പഴി പറയുന്ന, കുറ്റം പറയുന്ന, മറ്റുള്ളവരെക്കുറിച്ച് തിന്മ പറയുന്ന, എൻ്റെ നാവിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ അരൂപികൾ,
ഈ മേഖലകളിലൊക്കെ വിടുതൽ തരണമേ എന്ന് പറഞ്ഞ് സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ മക്കളോട് കരുണ കാണിക്കണമേ. ഈശോയെ, ഈ മക്കളോട് കരുണ കാണിക്കണമേ. ഇവർക്ക് വേണ്ട വിടുതൽ നൽകണമേ. സകല പിശാചിൻ്റെ അടിമത്തങ്ങളിൽ നിന്നും, സകല അന്ധകാര ശക്തിയുടെ അരൂപികളിൽ നിന്നും ഇപ്പോൾ തന്നെ യേശുനാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. സകല കെട്ടുകളും യേശുനാമത്തിൽ അഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 18:18 അധികാരത്തിൽ ബന്ധിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിലും കെട്ടപ്പെടുമെന്നും ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിലും അഴിക്കപ്പെടുമെന്ന ദൈവവചനത്തിൻ്റെ അധികാരത്തോടെ ഈ മക്കളെ കെട്ടിയിട്ടിരിക്കുന്ന സകല പിശാചിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും യേശുനാമത്തിൽ അഴിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈ മക്കളോട് കരുണ കാണിക്കണമേ. ഇവരുടെ ജീവിതത്തിൻ്റെ വേദനകളിലേക്ക്, പരാതികളിലേക്ക്, പരിഭവങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ ഇപ്പോൾ ഇറങ്ങി പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച്, ആത്മാവിൻ്റെ ഇംഗിതമനുസരിച്ച് ജീവിക്കുവാൻ, ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വിധേയപ്പെടാതെ ജീവിക്കാൻ പരിശുദ്ധാത്മാവേ ഇപ്പോൾ ഈ മക്കളെ സഹായിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കലഹ സ്വഭാവം മാറിപ്പോകട്ടെ. അശുദ്ധ ചിന്തകൾ, അശുദ്ധ നോട്ടങ്ങൾ എല്ലാം മാറിപ്പോകട്ടെ. എല്ലാ ഭിന്നതയുടെ ദുരാത്മാക്കൾ ഇവിടെ കുടുംബങ്ങളിൽ നിന്ന് അഴിയട്ടെ. എല്ലാ സാമ്പത്തിക തകർച്ചകളുടെ ദുർഭൂതങ്ങൾ യേശുനാമത്തിൽ അഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ശിരസ് നമിക്കാം. ഈശോ ഇതായി നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന സമയം. ഈശോയെ, ഇന്ന് വരെ, ഇന്നലകളിൽ, എൻ്റെ ജീവിതത്തിൽ ഈ നിമിഷം വരെ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തിന്മയുടെ അരൂപകൾ അത് മുഴുവനായിട്ടും ഈശോ ഇപ്പോൾ എന്നെ വിശുദ്ധീകരിച്ച് ഉയർത്തണമേ. വലിയ വിടുതൽ, വലിയ സൗഖ്യം ഈശോ ഇപ്പോൾ തരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അങ്ങനെ ഏതെങ്കിലും തിന്മയുടെ അടിമത്തത്തിൽ കിടക്കുന്നവർ നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ കൂടെ ഇപ്പോൾ ഇല്ലായിരിക്കും, നീ അറിയുന്ന അവരൊക്കെ ഇപ്പോൾ കൊടുത്ത് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കും. സകലരിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, പരിശുദ്ധമായ ആത്മാവിൻ്റെ ചലനമുണ്ടാകാൻ, നന്മയുടെ ആത്മാവിൻ്റെ ചലനമുണ്ടാകാൻ, വിശുദ്ധിയുടെ ആത്മാവിൻ്റെ പ്രവാഹമുണ്ടാകാൻ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമകാരുണ്യ